السلام عليكم ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدني علما. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഖുർആൻ ക്ലാസിൻ്റെ രണ്ടാം ദിവസമായ സൂറത്തു ഖാഫിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4 ആയത്തോളമാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആദ്യ ആയത്തുകളൊന്ന് ഓതാം. വളരെ പ്രധാനമാണ് ഓത്ത്. ഇതിൻ്റെ മുമ്പ് നമ്മുടെ സലീം ഉസ്താദ് അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ടാവും. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പാരായണം ചെയ്യുക. അത് ഖുർആനാണ്. ഒന്ന് ഓതി നോക്കുക. എന്തെങ്കിലുമൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വേണ്ടപ്പെട്ടവരുമായിട്ട് സംശയം ചോദിച്ച് മനസ്സിലാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാഫ് വൽ ഖുർആനിൽ മജീദ് ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ. ഇൻഷാ അല്ലാഹ് ഓരോ ആയത്തുകളായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. വൽ ഖുർആനിൽ മജീദ് ഒന്നാമത്തെ ആയത്താണത്. അവിടെ 3 വാക്കുണ്ടത്. ഒന്ന് ഖുർആൻ മജീദ്. 3നും അർത്ഥം നമ്മൾ കാണണം. വൽ ഖുർആനിൽ മജീദ്, ഖുർആൻ തന്നെയാണ് സത്യം. അവിടെ സത്യം എന്നതിൻ്റെ അക്ഷരമുള്ളത് വാവ് പല രീതിയിലും അറബിയിൽ ഉപയോഗിക്കും. അതൊന്ന് സത്യം ചെയ്യാനാണ്. വത്തീൻ എന്നൊക്കെ കേട്ടില്ല. വത്തീൻ അത്തിപ്പഴം തന്നെയാണ് സത്യം. വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം. അതൊക്കെ വാവ. വൽ ഖുർആൻ, ഖുർആൻ തന്നെയാണ് സത്യം. മജീദ്, മജീദ് പറഞ്ഞാൽ മഹത്വമുള്ള, കേട്ട് പരിചയമുള്ള നമ്മൾ. മഹത്വമുള്ള ഖുർആനാണ് സത്യം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് അറബി അർത്ഥം വെക്കേണ്ടത്. മഹത്വമുള്ള ഖുർആൻ തന്നെയാണ് സത്യം. അള്ളാഹു ഖുർആനിനെ സത്യം ചെയ്തിട്ടാണ് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്. ഖുർആനിനെ കൊണ്ട് സത്യം ചെയ്ത് തുടങ്ങുന്നു. എന്തുകൊണ്ടും മഹത്വമുള്ളതാണ് ഖുർആൻ. നോക്കൂ നിങ്ങൾ, വിഷയങ്ങൾ, ഖുർആനിലെ വിഷയങ്ങൾ, അതിലെ ഭാഷ, സാഹിത്യം, ക്രോഡീകരണം, ഖുർആൻ എല്ലാറ്റിനെയും മികച്ചു നിൽക്കുന്നു. യഅലു അലാ യുഅല അലൈഹി എന്നാണ്. ഇങ്ങനെയുള്ള മഹത്വമുള്ള ഖുർആൻ തന്നെയാണ് സത്യം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ ആയത്ത് ബൽ എന്ന് മാത്രവുമല്ല, ബൽ അത്തുഫിന്റെ അക്ഷരമാണ്, ഇളറാബിന്റെ അക്ഷരം എന്നൊക്കെ അതിന് പറയും. അഥവാ എന്ന് മാത്രവുമല്ല, നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. അജിബു, അജബ് കേട്ട് പരിചയമുള്ളതാ. അത്ഭുതം, ആശ്ചര്യം. അജിബു അവർ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. അൻജാഅഹും അവർക്ക് വന്നതിനാൽ, ജാഅ വന്നു, ഹും അവർ, അൻ വന്നതിനാൽ എന്ന അർത്ഥത്തിലാണ്. അവർക്ക് വന്നതിനാൽ ഒക്കെ പരിചയമുള്ള വാക്ക. അവർക്ക് എന്നാൽ അവിടെ ഉദ്ദേശം ഖുറൈശികൾ അഥവാ മുശ്രിക്കുകളാണ്. അവർക്ക് വന്നതിനാൽ എന്ത് വന്നു? മുൻദിറും മിൻഹും അവരിൽ നിന്നുള്ള മുന്നറിയിപ്പുകാരൻ. മുന്നറിയിപ്പുകാരൻ, മിൻഹും അവരിൽ നിന്ന്, അവരിൽ നിന്നുള്ള മുന്നറിയിപ്പുകാരൻ അവർക്ക് വന്നതിനാൽ അവർ ആശ്ചര്യപ്പെടുകയും ചെയ്തു. ആശ്ചര്യപ്പെട്ട് ശേഷം അവരുടെ നാവിൽ നിന്ന് വന്ന വർത്തമാനം എന്താണ്? ഖുർആൻ പറഞ്ഞു ഫഖാലൽ കാഫിറൂന, സത്യനിഷേധികൾ പറഞ്ഞു. കാഫിർ ചെറിയ നിലയിൽ അത് നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ഫഖാലൽ കാഫിറൂന സത്യനിഷേധികൾ പറയുകയും ചെയ്തു. അത്തുഫാണ്, ആൻഡ് എന്ന അർത്ഥത്തിന്. എന്താണ് സത്യനിഷേധികൾ പറഞ്ഞത്? ഹാദാ ഇത്, ഷൈഉൻ അജീബ് അത്ഭുതകരമായ കാര്യം തന്നെയാണ്. ഷൈഅ് എന്ന കാര്യം, അജീബ് അജബ് അജീബ് അത്ഭുതകരമായ. ഇതാണ് രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം. ഇതിൽ 2 കാര്യം പറയാണ്. മുശ്രിക്കീങ്ങളായ ആളുകൾ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെടുക മാത്രമല്ല, അവർ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവർ പറയുകയും ചെയ്തു. എന്താണ് അവർ ആശ്ചര്യപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ താഴെയുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അതിലൊന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വന്നു. അതവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പല സ്ഥലത്തും ഖുർആൻ പറയുന്നുണ്ട്, മലക്കുകൾ അങ്ങ് ഇറക്കിയാൽ പോരായിരുന്നോ എന്നൊക്കെ പറഞ്ഞവർ
അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിച്ച രംഗം ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. രണ്ടാമത് അവർ നിഷേധിച്ചത് എന്താണ് എന്നും നിഷേധത്തിന് പുറമെ അവർ അവരുടെ വായയിൽ നിന്ന് നിഷേധാത്മകമായ അവരുടെ വായിൽ നിന്ന് വന്ന വർത്തമാനം എന്താണ് എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സത്യനിഷേധികളായ ആളുകൾ അവർ അത്ഭുതപ്പെട്ടത്, ഈ അത്ഭുതം രണ്ട് രീതിയിൽ അത്ഭുതപ്പെടും. നമുക്കറിയാം, ഇപ്പോൾ ഒരു സമ്മേളനം നടക്കുന്ന ഒരു സ്ഥലത്ത്, എൻ്റെ സംഘടനയുടെ ഒരു സമ്മേളനം, പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പോയ ആള് പറയാണ്, മൗലവി അവിടെ 20,000-ഓളം ആളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും, അത്ര ആളുണ്ടായോ എന്ന്. അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു അത്ഭുതപ്പെടല. എന്നാൽ അംഗീകരിക്കാതെ നിഷേധിച്ചുകൊണ്ടുള്ള അത്ഭുതപ്പെടലുണ്ട്. അതിനുദാഹരണമാണ് ഇന്നത്തെ യുക്തിവാദികളുടെ അല്ലെങ്കിൽ മതനിഷേധികളുടെ ചില ചോദ്യങ്ങൾ പോലെ. അത് നിഷേധത്തിൽ നിന്നുള്ള ഒരു അത്ഭുതപ്പെടല. ഇവിടെ മുശ്രിക്കുകളായ ആളുകൾ അത്ഭുതപ്പെട്ടത് നിഷേധിച്ചുകൊണ്ടുള്ള അത്ഭുതപ്പെടൽ. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നു. രണ്ടാമത് അവർ അത്ഭുതപ്പെട്ട കാര്യമെന്ന്, അഥവാ അത്ഭുതപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിഷേധാത്മകമായ അത്ഭുതപ്പെടലാണ്. രണ്ടാമത് അതാണ് ഈ ആയത്തിൽ പറയുന്നത്, അഇദാ മിത്ന വകുന്ന തുറാബൻ ദാലിക റജ്ഉൻ ബഈദ്. അതിനർത്ഥം നമ്മൾ പിന്നെ പറയാം. ഇദാ തുടങ്ങാം. ഇദാ മിത്ന, ഞങ്ങൾ മരിച്ചാൽ. അവര് പറയാം, മുശ്രിക്കുകൾ അത്ഭുതപ്പെട്ട കാര്യം പറയാൻ, മാത്ത പരിചയമുള്ള വാക്ക. ഞങ്ങൾ മരിച്ചാൽ, വകുന്ന തുറാബൻ, അത് രണ്ടും പരിചയമുണ്ട് നമുക്ക്. കുന്ന കാന യക്കൂനു, തുറാബ് മണ്ണ് പരിചയമുള്ളതാ. ഞങ്ങൾ മരിച്ചാൽ വക്കുന്ന തുറാബൻ, മണ്ണായി തീരുകയും ചെയ്താൽ, കാന പറഞ്ഞ ആയിന്ന, മണ്ണായി തീരുകയും ചെയ്താൽ ആണോ, അവിടെയാണ് അലിഫിന്റെ അർത്ഥം വരിക. തുടക്കത്തിൽ പറഞ്ഞല്ലോ, അഇദാമിത്തിന, ഞങ്ങൾ മരിച്ചാൽ വക്കുന്ന തുറാബൻ, മണ്ണായി തീരുകയും ചെയ്താലാണോ ഈ മുഹമ്മദെ നീ പറയുന്ന ഈ പുനർജന്മം ഉണ്ടാവുക എന്ന് നിഷേധിച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ്. അഥവാ ഒരു പുനർജന്മം ഉണ്ടാകുമോ, ഞങ്ങൾ മരിച്ചു എന്നിട്ട് മണ്ണിനോടങ്ങ് ലയിച്ചു ചേർന്നു, അതിനുശേഷം ഒരു പുനർജന്മം ഉണ്ടാകുമോ? അവര് പറയാണ് ദാലിക റജുൻ ബഈദ്, ദാലിക, അത് ഈ പുനർജന്മം എന്നൊക്കെ പറയുന്നത് അതാ റജുൻ, അതൊരു മടക്കമാകുന്നു, ബഈദ്, വിദൂരമായ മടക്കം പറഞ്ഞാൽ നമുക്ക് ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, അതാ ബഈദ് പറഞ്ഞാൽ. രണ്ട്, ഞങ്ങളുടെ പതിവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അഥവാ കുറെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, ആരും ഒന്ന് തിരിച്ചു വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പച്ചയായി ബഅസിനെ, പുനർജന്മത്തെ നിഷേധിക്കുന്ന പ്രവണതയാണ് ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എടുത്തു കാണിച്ചു തരുന്നത്. അതിനുള്ള മറുപടിയും അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാ. നമ്മൾ മുസ്ലിങ്ങളാണ്, മുഅ്മിനെ, പക്ഷേ പുനർജന്മത്തൊക്കെ ഇപ്പോഴും പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ അപ്പം പോയിട്ടല്ലേന്നാ ഇപ്പോഴും നമ്മുടെ ചിന്ത. പക്ഷെ അത് മുശ്രിക്കീങ്ങളുടെ ചിന്തയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. 4-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി പറയുകയാണ്. ഖുർആൻ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയും വിശ്വാസികൾക്ക് ഈമാനിന് കരുത്തും ഉണ്ടാകുന്ന ഒരു മറുപടിയാണത്. ഖദ് അലിംന, ഖദ് തീർച്ചയായും. എന്തിനാണ് തീർച്ചയായും പറയുന്നത്? ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഖദ് അലിംന, തീർച്ചയായും നാം അറിയുന്നുണ്ട്. ഖദ് അലിംന, തീർച്ചയായും നാം അറിയുന്നുണ്ട്. മാ തൻകുസുൽ അർളു, അർള് പറഞ്ഞ ഭൂമി, തൻകുസന നഖസ, നാഖിസ് പരിചയമുള്ള, വളരെ ചില സമയത്ത് നമുക്ക് പരിചയം ഉണ്ടാകുന്നത്. മാ തൻകുസുൽ അർളു, ഭൂമി ചുരുക്കുന്നത്, കുറക്കുന്നത്. തൻകുസന ചുരുക്കുക. മാ പറഞ്ഞാല് മൗസൂലാണ്, എന്താണെന്ന്, അഥവാ ഭൂമി കുറക്കുന്നത് എന്താണെന്ന്. ആദ്യം അർളിന്റെ അർത്ഥം, പിന്നെ തൻകുസ്, പിന്നെ മാ, പിന്നെ ഉഹും, പിന്നെ മിൻ, പിന്നെ അലിംന, പിന്നെ ഖദ്. വളരെ ഈസിയാണ് അറബി അർത്ഥം പഠിക്കുക. നമ്മൾ ഖുർആന്റെ കൂടെ തന്നെ അറബിയും പഠിച്ചു പോകണം. ഭൂമി ചുരുക്കുന്നത് എന്താണെന്ന് നാം അറിഞ്ഞിട്ടുണ്ട്, തീർച്ചയായും നാം അറിഞ്ഞിട്ടുണ്ട്. മിൻഹു പറഞ്ഞാൽ അവരിൽ നിന്ന്. വഇന്ദന, നമ്മുടെ അടുത്തുണ്ട്. ഇന്ദ അറബി നമുക്കറിയാം, കേൾക്കുന്നത്. വഇന്ദന, നമ്മുടെ അടുത്തുണ്ട്. കിതാബുൻ ഹഫീൽ, കിതാബിൻ്റെ ഒരു ഗ്രന്ഥം, ഹഫീൽ സൂക്ഷ്മമായ അല്ലെങ്കിൽ സുരക്ഷിതമായ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, മരിച്ച് മറമാടിക്കഴിഞ്ഞാൽ ഭൂമി ചുരുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്തെല്ലാമാണ് ജീർണിച്ചു പോവുക, എന്തെല്ലാമാണ് ജീർണിക്കുക, മരണപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന് എന്തെല്ലാം, എത്രയെല്ലാം, എങ്ങനെയെല്ലാം നശിച്ചു പോകും എന്നതിനെ കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്. മണ്ണിലേക്ക് അങ്ങ് വെച്ചു കഴിഞ്ഞാൽ എത്ര ഭാഗം, എത്രയാണ് ബാക്കിയാവുക ശരീരത്തിൽ നിന്ന്, മണ്ണോട് ചേർന്ന് പോവുക എന്തൊക്കെയാണ് എന്നൊക്കെ
റബ്ബിനറിയാമെന്ന് മാത്രമല്ല വഇൻദന കിതാബുൻ ഹഫീദ്, അതാ വഇൻദന നമ്മുടെ അടുത്തുണ്ട് കിതാബിന്റെ ഒരു ഗ്രന്ഥം, ഹഫീദ് സൂക്ഷ്മമായി രേഖപ്പെടുത്തിയ സുരക്ഷിത. അവിടെ അതിന്റെ എന്താണ് സൂക്ഷ്മമായി രേഖപ്പെടുത്തിയ പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂളാണ്. നമുക്കറിയാലോ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാലെ കൂട്ടി രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂൾ സുരക്ഷിതമായ ഒരു ഫലകമുണ്ട്. നമ്മളതിൽ ഉറച്ചു വിശ്വസിക്കുന്ന മുഅ്മിനീകൾ. അതിലെല്ലാം ജനനം മുതൽ ഇനി പുനരുദ്ധാരണം വരെ മഹ്ശർ വരെ എന്തൊക്കെ സംഭവിക്കുമെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു വ്യക്തിയുടെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനാണ് ലൗഹുൽ മഹ്ഫൂൾ എന്ന് പറയാം. അള്ളാഹു അതിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് ഈമാനിന്റെ ഉറപ്പും കരുത്തും വിശ്വാസത്തിൽ വർധനവും ഉണ്ടാവാൻ പര്യാപ്തമായ കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഖുർആനിന്റെ വാഹകരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.